ഹേ ഹലോ ഗായ്സ്, ദിസ് ഇസ് മി നിവ്യ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ആദ്യമായിട്ടാട്ടോ എൻ്റെ ഒരു വീഡിയോ, അതായത് ലോങ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. സോ അത് ഫാമിലി റിലേറ്റഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഈ അമ്പലത്തിനെ കുറിച്ച് പറയണമെങ്കിൽ സന്തനമലയിൽ നിന്നാട്ടോ, ഓവേലി സൈഡാണ് ഈ അമ്പലം. സോ നമ്മുടെ പാരൻസിനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലത്ത് കൂടെ ആട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അതായത് ചൂണ്ടി, ബാർ റോഡ്, സീ ഫോർത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ. സോ ഈ പ്ലേസസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പാരൻസിന്, അതായത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ബിക്കോസ് എൻ്റെ അച്ഛൻ ജനിച്ചതും വളർന്നതൊക്കെ ചൂണ്ടിയിലായിരുന്നു. സോ പോണ വഴികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര മനോഹരമായ പ്ലേസസ് ആണ്. ചുറ്റിനും നല്ല കാറ്റും, നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഭയങ്കര വെയിലെന്ന് കാണുന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. സോ എൻ്റെ അച്ഛൻ കഥകളൊക്കെ പറയുകയായിരുന്നു. ഞാൻ ഈ വഴി കൂടെയാണ് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഇവിടെ ഞങ്ങൾ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എൻ്റെ അച്ഛൻ. സോ അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. നിങ്ങൾക്ക് കാണാം ആ സ്റ്റെപ്സൊക്കെ ഭയങ്കര ഒരു സ്മോൾ പഴനി എന്നാണ് കേട്ടോ ഇവരൊക്കെ പറയുന്നത്. ചന്ദനമല എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇതിന് ചുറ്റും ചന്ദനത്തിൻ്റെ മരമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്നാണ് ഞാൻ കേട്ടത്. സോ ഇതിൻ്റെ ബാക്ക് സൈഡാണ്, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഫുള്ളും മലയും കുന്നും മേടും ഒക്കെയാണ്. ഭയങ്കര രസമാണ് ഈ അമ്പലം കാണാനും ചുറ്റിനും കാണാനൊക്കെ. സോ ഇത് ഉള്ളിലത്തെ ഒരു വ്യൂ ആണ്. ഫുൾ ചുറ്റിനുമൊക്കെ നല്ല പിക്ചേഴ്സും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഇവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഈ അമ്പലത്തിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഫുള്ളും ചുറ്റിനും എടുത്തുകൊണ്ട് നടക്കുന്നത്. അതേപോലെ ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വന്നിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞ കഥയാട്ടോ ഇത്. എനിക്ക് എത്രത്തോളം ഇത് സത്യമാണെന്ന് എനിക്കറിയില്ല. ഈ നാഗപുറ്റ് കണ്ടില്ലേ, ഇത് എത്രയോ വർഷം പഴക്കമുള്ള നാഗപുറ്റാണെന്നാണ് കേട്ടത്. ഈ നാഗം കാരണമാണ് ഈ അമ്പലം തന്നെ ബിൽഡ് ചെയ്തതെന്നും പറയുന്നുണ്ട്. സോ അപ്പോൾ ചുറ്റിനും നല്ല കാഴ്ചകളൊക്കെ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോഴേക്കും നമുക്കൊരു 2-2:30 മണിയായി. അതുകൊണ്ട് നമ്മൾ ഫുഡ് മേടിച്ചുകൊണ്ടാണ് വന്നത്. സോ ഫുഡൊക്കെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെയായിട്ട് ഇറങ്ങി. വരുമ്പോൾ നമ്മൾ ചുറ്റിനുമാണ് വന്നത്, ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. അതുകൊണ്ട് പോകുമ്പോൾ പടി ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ പടി ഇറങ്ങിയാട്ടോ വീട്ടിലോട്ട് പോയത്. സോ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.